പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് റോ എപ്പിസോഡിലൂടെ സൂപ്പർ താരവും ഹോൾ ഓഫ് ഫെയിമറുമായ ഗോൾബർഗിൻ്റെ റിട്ടേൺ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നു. ഗോൾബർഗിൻ്റെ റിട്ടേൺ അദ്ദേഹത്തിൻ്റെ നെക്സ്റ്റ് മാച്ച് ആർക്കെതിരെ എന്നാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകളും പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഗുന്തറിൻ്റെ ഒരു ഭാഗമാണ് നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ ആദ്യം കാണാൻ സാധിച്ചത്. പുതിയ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഗുന്തറിൻ്റെ സെലിബ്രേഷൻ സെഗ്മെൻ്റ് ആയിരുന്നു. ജെ ഊസോയെ പരാജയപ്പെടുത്തിയതിനെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ ഭാവി എതിരാളി ആരായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചും സംസാരിക്കുന്നു. അവിടെ പെട്ടെന്ന് ക്രൗഡ് ഗോൾബർഗ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ചാൻഡ് ഇട്ടു എന്നുണ്ടെങ്കിലും അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഗുന്തർ പറയുന്നുണ്ട്. അങ്ങോട്ടേക്ക് പിന്നീട് സെത്തിൻ്റെ ഒരു പേരാണ് ഗുന്തർ വലിച്ചിടക്കുന്നത്. സെത്ത് മിസ്റ്റർ മണി ഇൻ ദ ബാങ്കാണ്, ക്യാഷ് ഇൻ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിയേക്കാം എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്താണ് ഗോൾബർഗിൻ്റെ മ്യൂസിക് പ്ലേ ആകുന്നതും ഗോൾബർഗിൻ്റെ ഒരു സർപ്രൈസ് റിട്ടേൺ നമുക്ക് കാണാൻ സാധിച്ചതും. അപ്പോൾ റൂമേഴ്സ് പ്രകാരം ഗോൾബർഗിൻ്റെ നെക്സ്റ്റ് മാച്ച് ഗുന്തറിനെതിരെ നടക്കുമെന്നുള്ളത് ശരിവെക്കുന്ന രീതിയിലുള്ള ഭാഗങ്ങളാണ് പിന്നീട് അങ്ങോട്ടേക്ക് നമുക്ക് കാണാൻ സാധിച്ചത്. ഗോൾബർഗ് റിങ്ങിലേക്ക് വരുന്നു. വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഗുന്തറിൻ്റെ മുഖത്ത് നോക്കി, നിന്നെ അഭിനന്ദിക്കാനാണ് ഞാൻ വന്നത്. അതിൻ്റെ കൂടെ ഒരു ചെറിയ കാര്യവും പറഞ്ഞു പോകാം. കഴിഞ്ഞ വർഷം അറ്റ്ലാന്റ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് നീ ആരംഭിച്ചതാണ് ഇതേ വർഷം ഈ ഒരു വർഷം നമുക്ക് ഇതേ സ്ഥലത്ത് വെച്ചിത് അവസാനിപ്പിക്കാം. ജൂലൈ 13-ാം തീയതി, അതായത് ഇന്ത്യൻ സമയമാണ് പറയുന്നത്, ജൂലൈ 13-ാം തീയതി നടക്കുന്ന സാറ്റർഡേസ് നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന വീക്ക്ലി എപ്പിസോഡിൽ ആ ഒരു എപ്പിസോഡിൽ നീയും ഞാനും തമ്മിൽ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരം, അത് എൻ്റെ നെക്സ്റ്റ് മാച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഗോൾബർഗ് റിങ് വിട്ടു പോകുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഒരു ഗ്രേറ്റ് ഒരു മാച്ചാണ് ഇപ്പോൾ ഗോൾബർഗ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഗുന്തർ വിജയിക്കാൻ സാധ്യത കൂടുതലുണ്ടെങ്കിലും ഗോൾബർഗിൻ്റെ അവസാന മത്സരങ്ങളിൽ ഒന്ന് എന്നുള്ളൊരു രീതിയിൽ പ്രൊമോട്ട് ചെയ്യപ്പെടാൻ പോകുന്ന മത്സരമാണ്. കൂടാതെ ഗോൾബർഗ് ധരിച്ചു വന്ന ഒരു ടീഷർട്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഗോൾബർഗ്സ് ലാസ്റ്റ് റൈഡ് എന്നുള്ള ഒരു മെർച്ചൻഡൈസ് ഒരു പേര് ആ ടീഷർട്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗോൾബർഗിൻ്റെ റിട്ടയർമെൻറ്റ് മാച്ച് 2025 നടക്കുമെന്നുള്ളത് ഗോൾബർഗും WWE സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ള ഗുന്തറിനെതിരെയുള്ള മത്സരമാണോ റിട്ടയർമെൻറ്റ് മാച്ച് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. എന്തായാലും ഗോൾബർഗിൻ്റെ റിട്ടേൺ ആരാധകർ വലിയ ആഘോഷമാക്കിയിട്ടുണ്ട്. സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റ് അതായത് അവസാന മത്സരം ഈ ഒരു വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് ആയിരിക്കും. ഗോൾബർഗ് വിജയിച്ച് പുതിയ ചാമ്പ്യൻ ആകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതോ ഗുന്തർ ഗോൾബർഗിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഗോൾബർഗിൻ്റെ ലെഗസി ഗുന്തറിന് ഏറ്റെടുക്കാൻ സാധിക്കുമോ? നിങ്ങളുടെ പ്രഡിക്ഷൻസ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.